ഹായ്, ഐഫോൺ 3 ടൂൾ ഫ്ലാഷിംഗ് സമയത്ത് സോഫ്റ്റ്വെയർ എറർ ആവുകയും സ്റ്റക്ക് ആവുകയും അല്ലെങ്കിൽ റിക്കവറി മോഡിലേക്ക് മാറുകയും ചെയ്യും. എത്ര നോക്കിയിട്ടും 3 ടൂൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ആവില്ല. അതേ ഫയൽ എടുത്തിട്ട് നമുക്ക് ഐ ടൂൾ എങ്ങനെ ഫ്ലാഷ് ചെയ്യാൻ നോക്കാം. 3 ടൂൾ ഓപ്പൺ ചെയ്ത് സെറ്റ് ആദ്യം കണക്ട് ചെയ്യുക. ഐ ഡിവൈസ് ഇൻഫർമേഷനിൽ ഗോ ഫ്ലാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ലൊക്കേഷൻ, അതായത് നമ്മൾ ഏത് ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്യാൻ നോക്കിയത് ആ എറർ ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ആദ്യം അതിന്റെ ഡൗൺലോഡ് ലൊക്കേഷനിൽ പോയിട്ട് അതിന്റെ ഫേംവെയർ നെയിം കണ്ടുപിടിക്കുക. iPhone 11,8 PC സ്റ്റോറേജിൽ ലോക്കൽ ഡിസ്ക് C3 ടൂൾ E3 ഫേംവെയർ ഈ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് iTool ഓപ്പൺ ചെയ്യുക. iTool ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. കണക്ട് ചെയ്യുന്ന സമയത്ത് ഐഫോൺ റിക്കവറി മോഡിലായിരിക്കും ഉണ്ടാവുക. അതിൽ അപ്ഡേറ്റ് ആൻഡ് റീസ്റ്റോർ. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ. റീസ്റ്റോർ ഐഫോൺ എന്ന് പറഞ്ഞെങ്കിൽ ഫുൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണോ ആ ലൊക്കേഷൻ കിടക്കുന്നത് ആ ലൊക്കേഷനിൽ പോയിട്ട് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 3 ടൂളില് 3 ടൂൾ V3 ഫേംവെയർ iPhone 11,8 ഇതാണ് നമ്മുടെ മോഡലിന്റെ ഫ്ലാഷ് ഫയൽ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ കൊടുക്കുക. അപ്ഡേറ്റിന് ഓപ്ഷൻ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നത് കാണാം.